അപ്പം ആദ്യം 4G ഒക്കെ വന്ന സമയത്ത് ഒരു സിമ്മിൽ മാത്രമാണ് 4G യൂസ് ചെയ്യാൻ കഴിയുക. ഒരു സിമ്മിൽ 4G യൂസ് ചെയ്യുമ്പോൾ മറ്റേ 3Gയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്യുവൽ 4G എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് രണ്ട് സിമ്മിലും ഒരേ ടൈമിൽ 4G യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പക്ഷെ അതിന് സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങളും വരുത്തേണ്ടതുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോൺസിൽ എങ്ങനെ ഡ്യുവൽ 4G എനേബിൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിം കാർഡ്സ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ 4G എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ആക്കുക. ഓൺ ആക്കി കഴിഞ്ഞാൽ രണ്ട് സിമ്മിലും നമുക്ക് 4G ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു സെറ്റിംഗ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക്സ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പം ആ ഒരു സെറ്റിംഗ്സ് നമുക്ക് കാണാൻ പറ്റും. ബ്രാൻഡുകൾക്ക് അനുസരിച്ചിട്ട് ഈ ഒരു സെറ്റിംഗ്സിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പോക്കോയിലും റെഡ്മിയിലും ഇങ്ങനെയാണ് സെറ്റിംഗ്സ് വരുന്നത്. വേറെ ബ്രാൻഡുകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആയിരിക്കും വരിക. എന്തായാലും മൊബൈൽ നെറ്റ്വർക്ക്സ് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഈ ഒരു സെറ്റിംഗ്സിലോട്ട് എത്താൻ കഴിയുന്നതായിരിക്കും. അതിൽ ഡ്യുവൽ 4G ഓൺ ആക്കിയാൽ മതി. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻഡ്രോയിഡ് ഫോൺസിൽ ഡ്യുവൽ 4G എന്നുള്ള ഫീച്ചർ എനേബിൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.